എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ എൻ്റർപ്രണേഴ്സിനെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ പ്രൊഫഷണൽ ജാടകളും ഷോ ഓഫുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ ജോൺ സാറ് പറഞ്ഞു 25 വർഷം കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത്, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് കാറ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും നമ്മൾ ആ ഒരു ലൈം ലൈനിലേക്ക് വരണമെങ്കിൽ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ പബ്ലിക്കായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു കേസുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ ജാടകളും അതിനുള്ള സ്പെൻഡിങ്സും കൂടുതലാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പലരും പറഞ്ഞു നമ്മൾ എയർ കണ്ടീഷനിലിരുന്ന് പലരും ചെയ്യണ പരിപാടി മലയാളികൾ ആദ്യം തന്നെ AC റൂം സെറ്റ് ചെയ്യും, എല്ലാം കഴിഞ്ഞതിന് ശേഷം എംപ്ലോയീസിനെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താണ് നമുക്ക് അതിനകത്തൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അതായത് നമുക്ക് ജാട വേണോ അതെയോ നമുക്ക് എല്ലാം കഴിഞ്ഞ് സക്സസ് ആയതിനു ശേഷം നമ്മൾ ജാട മതിയോ? നമ്മൾ പുതിയ ലോകത്ത് സെലിബ്രേഷൻ എല്ലായിടത്തുണ്ട്, ഓൺട്രപ്രണർഷിപ്പിലും ഉണ്ട്. പക്ഷേ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലമാണ്. കാരണം ഒരു ഇൻസ്റ്റാഗ്രാം റീലിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൂട്ടാം എന്നുള്ളത് ആക്ച്വലി അതൊരു ശതമാനം വരെ വേണമെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബുക്കാണ്. നമ്മുടെ ഫിനാൻഷ്യൽസ് വെച്ചിട്ടാണ് നമ്മളെ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധയില്ലാതെ ഏത് തരത്തിലുള്ള പരസ്യം കൊടുത്താലും ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റാണ്, ഐഡിയ ഇഷ്ടം പോലെയുണ്ട്, വലിയൊരു ഇൻഗ്രീഡിയൻ്റാണ് മണി. ഈ മണി വന്നാലാണ് ഈ ബിസിനസ് അടുത്ത ലെവലിലോട്ട് വളരുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്കിത് വളർത്താനുള്ള ഒരു പരിധിയുണ്ട്. അതിൻ്റെ മുകളിലോട്ട് അതിന് വലിയ സ്കെയിലപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നതല്ല, നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ബുക്കിലുണ്ടോ എന്നുള്ള. അപ്പോൾ ആ ബുക്കിൻ്റെ പെർഫോമൻസ് കൂട്ടണം, ആ ബുക്കിൽ ആ പെർഫോമൻസ് വരണം, അതിലോട്ട് ഫോക്കസ് വേണം. അതേസമയം തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ ഉറക്കെ പറയുകയും വേണം. കാരണം അപ്പോഴാണ് ഇത് പബ്ലിക്കിന് അറിയുള്ളൂ. ഈ ഉറക്കെ പറയുന്ന മാർക്കറ്റ് ചെയ്യുന്ന കാര്യവും ഓപ്പറേഷനും തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതാണ് ഇന്ന് എനിക്കൊണ്ട് ബിസിനസ്സുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അലൈനായിരിക്കണം. ഒരിക്കലും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാചാലരായി ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെപ്തിൽ നോളജ് ഇല്ലാത്ത അഡ്വർടൈസ്മെൻറ്റ് നടത്തി സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം. പക്ഷേ അത് ഇപ്പുറത്ത് അതിൻ്റെ റിയലായിട്ടുള്ള കസ്റ്റമർ അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇത് രണ്ടും മാപ്പ് ആകുമ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു മോഡിലോട്ട് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.